ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രുദ്രുട്ടനെ എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ കൊടുക്കാറുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. പിന്നെ അതിന് കൂടെ തന്നെ ഒരു ചോദിച്ചിട്ടുള്ള കാര്യമാണ്, റാഗി കൊടുക്കാറുണ്ടോ, അത് എങ്ങനെയാണ്, റാഗി പൊടി മേടിച്ച് കൊടുക്കുകയാണോ അതോ വീട്ടിൽ തന്നെ പൊടിച്ചു കൊടുക്കുകയാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവന് വീട്ടിൽ തന്നെയാണ് റാഗി, നമ്മൾ ശരിക്കുള്ള റാഗി മേടിച്ചിട്ട് അത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് കുറുക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അമ്മയാണ് സാധാരണ എനിക്ക് ഈ വക ഐറ്റംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാണ് അവന് റാഗി ഞാൻ ഉണക്കി പൊടിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനാണ്, അമ്മോടെ ഇല്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ പാക്കറ്റ് മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ രുദ്രുവിന് റാഗി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള റാഗി മേടിച്ചിട്ട് നമ്മൾ അതിനെ ഉണക്കി പൊടിച്ച് ആണ് അവന് ഫുഡ് കൊടുക്കാറുള്ളത്, റാഗിപ്പൊടി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വസുധ ഓർഗാനിക് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ആണ് കൊടുക്കുന്നത്. ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1/2 കിലോന് ഇതിന് വരുന്നത് 60 രൂപയാണ്. ഈ റാഗി നമുക്ക് പല സ്ഥലത്തുനിന്നും മേടിക്കാനായിട്ട് കിട്ടും. ഭയങ്കര റേറ്റ് കുറവിന് 1 കിലോന് തന്നെ ഒരു 60 രൂപ 50 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇത് നമ്മളൊരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് രുദ്രുവിന് ഇപ്പൊ കൊടുക്കാനുള്ള റാഗി. ഓർഗാനിക് ഷോപ്പിൽ നിന്ന് കൊടുക്കുമ്പോൾ ബേബീസിനൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 500 ഗ്രാമിന് 60 രൂപയാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഈ ഒരു പാക്കറ്റിന്റെ റേറ്റ്. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലത്തെ ആ ഒരു പാക്കറ്റിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, റേറ്റ് ഇത്തിരി കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള റാഗി തന്നെ ബേബീസിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ 2 പാക്കറ്റിലുള്ള റാഗിയും കഴുകിയെടുക്കാനായിട്ട് പോവാണ്. ഇതിൽ നിറയെ ചെളി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം. ഇത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ വാഷ് ചെയ്യുമ്പോൾ കാണുന്ന വെള്ളത്തിൻ്റെ കളറാണ് ഈ കാണുന്നത് കേട്ടോ. നിറയെ ചെളിയും പൊടിയൊക്കെയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ബേബീസിന് കൊടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ആ വെള്ളത്തിൻ്റെ കളർ ആകെപ്പാടെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഒരു 3-4 തവണ കഴുകിയിട്ട് 5-ാമത്തെ തവണ ഞാൻ കഴുകിയപ്പോഴാണ് ഈ വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇതിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു ചെറിയ തരി പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ റാഗിയുടെ പുറമെയുള്ള ഒരു തൊലി പോലെയുള്ള ഒരു ഇതാണ്. അത് നമുക്ക് അഴുക്കൊന്നുമല്ല. അത് നമ്മൾ എത്ര കഴുകിയാലും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ആ വെള്ളത്തിൻ്റെ കളറൊന്ന് ക്ലിയർ ആയി ചെളിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റാഗീനെ ഇതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നല്ലൊരു തുണിയിലോ നമുക്ക് വിരിച്ചിട്ടിട്ട് ഇത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് മോന് വേണ്ടിയിട്ട് അവൻ്റെ ഫുഡ് ഐറ്റംസ് മാത്രം ഉണക്കാനായിട്ട് യൂസ് ചെയ്യുന്ന 2 മുറാണ്. ഈ 2 എണ്ണത്തിലായിട്ടാണ് ഞാനിത് ഉണക്കാനായിട്ട് ഇടുന്നത്. നല്ല വൃത്തിയുള്ള വലിയ തുണി ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അതിൽ വിരിച്ചിട്ടാലും മതി. ഇപ്പൊ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ 2 എണ്ണത്തിലിട്ടാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഞാനിത് വിരിച്ചിടുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇന്ന് ഉണങ്ങിയില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടി വെയിലത്ത് വെച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് അത് തിരിച്ചെടുക്കുന്നത്. ഉണക്കാൻ വെച്ചിട്ടുള്ള റാഗിനെ നമ്മൾ ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യാണ്. എന്നിട്ട് ആ നെറ്റിൽ ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞുകുട്ടികൾക്കുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഉണക്കാനായിട്ട് വെക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഇരുമ്പിന്റെ കഷ്ണവും ഒരു കരിയുടെ കഷ്ണവും വെക്കാറുണ്ട് അമ്മ. അതെന്താണ് എന്നുള്ളതിന്റെ ഒരു ലോജിക്ക് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രാവിലെ രുദ്രനെ ഉറക്കാൻ കിടത്തിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. പണിയൊക്കെ ഏകദേശം തീർന്നപ്പോഴേക്കും മോനെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റാല് അവനപ്പം എന്നെ കാണണം. എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു പണി ചെയ്യുന്നതുകൊണ്ട് അമ്മായിയാണ് അവനെ പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പിന്നെ ഞാൻ എടുത്തപ്പോഴാണ് സങ്കടമൊക്കെ ഒന്ന് മാറി കിട്ടിയത്. റാഗി ഉണക്കാനായിട്ട് ഇടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിൽ പോകുമ്പോഴേക്കും മുഴുവൻ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇടാനായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ഒന്നും കൂടി വെയിലത്ത് എല്ലാം കൂടി ഒരുമിച്ചൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടി. അതെല്ലാം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പൊടിക്കാം. ഇപ്പം ഞാൻ എല്ലാതും എടുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട്. ഇത് രുദ്രുവിൻ്റെ ഫുഡ് ഐറ്റംസ് മാത്രം പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മിക്സർ ജാറാണ്. ഇതിൽ അവന് മാത്രമുള്ള കാര്യങ്ങളാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി ആ റാഗിപ്പൊടിയെല്ലാം ഒരു അരിപ്പ വെച്ച് ഇതുപോലെ അരിച്ചെടുക്കണം. അതിൽ ബാക്കി വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. ഇതിനെ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കും. അപ്പം നമുക്കത് ഇത് ഒന്നും കൂടി ഫൈൻ ആയിട്ടുള്ള
പൗഡറായിട്ട് കിട്ടും. ഇനി അതിൽ ബാക്കിയുള്ള ഐറ്റംസ് ആണ് ഇത്രയും കാണുന്നത്. ഇതിനെ നമുക്ക് കളയാം. ഇത്രയും റാഗി പൗഡർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് വേറൊരു ഗ്ലാസ് ജാറിലാക്കി വെക്കാം. ഞാൻ നേരത്തെ കാണിച്ച ജാറിൻ്റെ ഒരു ചെറിയ ജാറാണിത്. പൊടിച്ച പൊടീനെയൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ജാറിലാണ് ഇട്ട് വെക്കുന്നത്. അതുപോലെ അവന് വേണ്ടിയിട്ടുള്ള നട്ട്സും ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇതുപോലുള്ള ചെറിയ ജാറുകൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. മീഷോയിലും അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.